പണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന കാര്യം എന്താണെന്നറിയാമോ? അച്ഛൻ്റെ അടുത്തിരുന്നങ്ങനെ കണ്ണുമിഴിച്ച് അച്ഛൻ പറയുന്ന കഥകൾക്ക് കാതോർത്തിരിക്കുക. ആ കഥകളിലെ ഓരോ വരിയിലും അച്ഛൻ്റെ ഓർമ്മകൾ ഇഴനെയ്തിരുന്നു. അതിൽ എന്നെ കൂടുതൽ സ്വാധീനിച്ചത് അച്ഛൻ്റെ തറവാട്ടിലെ കൈത്തറിയുടെ കഥകളാണ്. തറയുടെ താളവും ഓരോ നൂലിഴകൾക്കും ജീവൻ നൽകുന്ന നെയ്ത്തുകാരുടെ കഥകളും അങ്ങനെ 23 തറികളുണ്ടായിരുന്ന അച്ഛൻ്റെ തറവാട്ടിൽ പക്ഷേ കാലക്രമേണ ഈ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്ന തുണികളുടെ മറ്റും വ്യാപനം മൂലം തറികളൊക്കെ നിശബ്ദമായി. നെയ്ത്തുകാരും. ഒരു മകൾ എന്നതിനപ്പുറം ഞങ്ങൾക്ക് നഷ്ടമായത് എന്താണെന്നുള്ള ബോധ്യമുള്ള ഒരാളെന്ന നിലയിൽ എനിക്ക് ആ നെയ്ത്തും തറിയും അങ്ങനെ വിട്ടുകളയാൻ തോന്നിയില്ല. എല്ലാവരും മറന്ന നെയ്ത്ത് പാരമ്പര്യം തിരിച്ചു പിടിക്കണം എന്നൊരു തോന്നൽ ആയിരുന്നു എപ്പോഴും. അവിടുന്നാണ് ഓപ്പോളിന്റെ ആരംഭം. സാരികൾ മാത്രം തിരിച്ചു കൊണ്ടുവരാനായിരുന്നില്ല ഓപ്പോൾ എന്ന ബ്രാൻഡ് ഞാൻ തുടങ്ങിയത്. മറിച്ച് നമുക്ക് നഷ്ടമായ നെയ്ത്ത് എന്ന പുരാതനമായ കലയെ കൂടിയാണ്, നെയ്ത്തുകാരെയാണ്, അവരുടെ ഓർമ്മകളെയാണ്, അവരുടെ വേരുകളെയാണ്. ഓപ്പോളിലെ ഓരോ സാരിക്കും ഈ പാരമ്പര്യമുണ്ട്. Every sari from Opal carries that legacy. It's not just fabric. It's the warmth of generations, the strength of women. And every time you wear one, you become a part of that revival. The looms are alive again, and this time we are not letting them go silent. I'm Arundhati, and this is Opal. Come, be a part of this story.